ഒരു കോൺവെന്റ് ചാപ്പലിൽ രാത്രി ജപമൊക്കെ കഴിഞ്ഞ് കാതറിൻ എന്ന് പറയുന്ന യുവ സന്യാസിനി കിടക്കാൻ പോകുമ്പോൾ അവളുടെ കിടപ്പുമുറിയിലേക്ക് ഒരു കുട്ടി കടന്നു വന്നിട്ട് അവളോട് പറഞ്ഞു, സിസ്റ്ററെ വാ, നമുക്ക് പള്ളിയിലേക്ക് പോകാം, കുറച്ചു നേരം പ്രാർത്ഥിക്കാം. ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അവൾ തിരിച്ചറിഞ്ഞു അത് കുഞ്ഞല്ല, മറിച്ച് അതിൻ്റെ കാവൽ മാലാക അവളെ നയിച്ചത് ദേവാലയത്തിലേക്കായിരുന്നു. ദേവാലയത്തിലേക്ക് കയറിയ അവൾ കണ്ടത് തൻ്റെ ആധ്യാത്മിക പിതാവ് പ്രാർത്ഥിക്കാൻ ഇരുന്നിരുന്ന ആ കസേരയിൽ പരിശുദ്ധ കന്യകാമറിയം ഇങ്ങനെ ഇരിക്കുക. അവൾക്ക് സന്തോഷം അടക്കാനായില്ല. എന്നിട്ട് രണ്ട് കൈയും അമ്മയുടെ മടിയിൽ വെച്ച് അമ്മ ഇങ്ങനെ നോക്കിയാണ് നിൽക്കുക. അമ്മ അവളെയും നോക്കി നിന്നു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. 2 മണിക്കൂർ നീണ്ടു നിന്ന സംസാരം. ആ ദേവാലയത്തിലുണ്ടായിരുന്ന ബലിപീഠം ചൂണ്ടിക്കാണിച്ചിട്ട് അമ്മ അവളോട് പറയുന്നുണ്ട്, ആ ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ എൻ്റെ മകൻ്റെ രക്തം, കർത്താവ് മിശിഹായുടെ തിരുരക്തം, അതുമല്ല എങ്കിൽ നമുക്കൊക്കെ ഊർജം നൽകുന്ന കർത്താവിൻ്റെ കൃപ ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്നുണ്ട്. അത് സ്വന്തമാക്കുന്നതിൽ ഒരിക്കലും നീ മടി കാണിക്കരുത്, മറ്റുള്ളവരെ ഇത് സ്വന്തമാക്കണം എന്ന് പ്രേരിപ്പിക്കുകയും ചെയ്യും. മാസങ്ങൾ കഴിഞ്ഞ് സായാഹ്ന പ്രാർത്ഥന നടത്തുമ്പോൾ വീണ്ടും ഈ അമ്മ പ്രത്യക്ഷപ്പെടുക. അവൾ ഒരു ഭൂഗോളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ചവിട്ടി നിൽക്കുകയാണ്. അവളുടെ കാലുകൾക്കും ഭൂഗോളത്തിനുമിടയിൽ സർപ്പത്തിൻ്റെ തല തകർത്തുകൊണ്ടാണ് അവളിങ്ങനെ ചവിട്ടി നിൽക്കുന്നത്. കൈകളിങ്ങനെ താഴേക്ക് ഇങ്ങനെ വിരിച്ചു പിടിച്ചു നിൽക്കുകയാണ്. ഈ കൈകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കൃപയുടെ രശ്മികളായിരുന്നു. അവൾക്ക് ചുറ്റും ഒരു വലിയൊരു പ്രകാശ വലയമുണ്ടായിരുന്നു. ആ വലയത്തിലൂടെ 1-2 കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വച്ചിരുന്നു. പാപമില്ലാതെ പിറന്നു വീണ അമ്മേ, പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അമ്മ അവളോട് പറയുന്നുണ്ട്, ഇത് ഒരു മെഡലിൻ്റെ രൂപത്തിൽ നീ ഒരുക്കിയെടുക്കണം. അവൾക്കപ്പോഴൊരു സംശയം ഉണ്ടായിരുന്നു, മെഡലിൻ്റെ മറുഭാഗത്ത് എന്താ ചെയ്യുക? ആ സംശയം അവളെ ഇങ്ങനെ അലോസരപ്പെടുത്തിയപ്പോൾ അമ്മ അവൾക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അമ്മ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് നൽകിയ എൻ്റെ ചിത്രം ഒരു ഭാഗത്തും മറുഭാഗത്ത് വലിയ അക്ഷരത്തിൽ M എന്ന് നീ എഴുതണം. അതിന് പിന്നിൽ കുരിശ് സ്ഥാപിക്കണം. ഈ കുരിശും എമ്മും വലിയൊരു വട്ടത്തിൻ്റെ ഉള്ളിലാക്കണം. ആ വട്ടം 12 നക്ഷത്രങ്ങൾ കൊണ്ട് നീ അലങ്കരിക്കണം. ഈ കുരിശിനും ഈ M എന്ന അക്ഷരത്തിനും താഴെയായി ഒരു ഭാഗത്ത് ഈശോയുടെ തിരുഹൃദയവും മറുഭാഗത്ത് എൻ്റെ വിമല ഹൃദയവും നീ ഉല്ലേഖനം ചെയ്യണം. പ്രിയമുള്ളവരെ, ഈ കാതറിൻ്റെ സംശയമെല്ലാം തീർന്നു. അവൾ അമ്മ പറഞ്ഞതനുസരിച്ച് സുന്ദരമായ മെഡൽ നിർമ്മിച്ചു. ഈ മെഡൽ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ അത്ഭുത മെഡൽ വെറുതെ ഒരു ലോഹ കഷണമല്ല, മറിച്ച് അമ്മയുടെ ഒരാഹ്വാനം.